ഒരുപാട് മരുന്ന് കഴിച്ചതിന് ശേഷം അസുഖം മാറിയതിന് ശേഷവും വീണ്ടും അത് തിരിച്ചു വരുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. നമ്മൾ ഒരുപാട് മരുന്ന് കഴിച്ചതിന് ശേഷം അസുഖം മാറിയതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ തിരിച്ചു വരുന്നതായിട്ട് പലരും അന്ന് പറയാറുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ശരീരത്തിലുള്ള വൈറ്റമിൻ ഡിയുടെ കുറവാണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വൈറ്റമിൻ ഡി ബാധിക്കാത്ത ഒരു അവയവങ്ങളോ അല്ലെങ്കിൽ ഒരു ഭാഗങ്ങളോ ശരീരത്തിൽ തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയെ യഥാർത്ഥത്തിൽ വൈറ്റമിൻസ് എന്നതിലുപരി ഒരു ഹോർമോൺ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് മറ്റുള്ള ഭാഗങ്ങളിൽ വരുന്ന ഇൻഫ്ലമേഷൻസാണ് വീണ്ടും ഇതേ അസുഖങ്ങൾ തന്നെ തിരിച്ചു വരാനുള്ള കാരണം. അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോലെ പലരിലും ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ അളവ് സാധാരണ പോലെ തന്നെ ആയിരിക്കും. പക്ഷേ അത് ടിഷ്യൂസിലോ അല്ലെങ്കിൽ മസിൽസിൽ അല്ലെങ്കിൽ മറ്റ് ഓർഗൻ സിസ്റ്റത്തിലൊക്കെ വൈറ്റമിൻ ഡി കുറവാവുകയും അത് വൈറ്റമിൻ ഡി കുറവായതിൻ്റെ ഫലമായിട്ട് അവിടെ കൂടുതൽ ഇൻഫ്ലമേഷൻസ് വരികയും ചെയ്യുന്നതുകൊണ്ട് മാൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ ഈ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് വീണ്ടും അതേ അസുഖം തന്നെ ഇൻഫ്ലമേഷൻ പോലുള്ള കണ്ടീഷൻ റിപ്പീറ്റ് ചെയ്യുകയും വീണ്ടും അതേ അസുഖങ്ങൾ തന്നെ തിരിച്ചു വരാനുള്ള കാരണവും അല്ലെങ്കിൽ സാധ്യതയും കൂടുതലാണ്. അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് കൂടുതൽ എക്സ്റ്റേണൽ സപ്ലൈ ചെയ്താൽ വൈറ്റമിൻ ഡി ബ്ലഡിൽ നോർമലായിട്ടുള്ളവർക്ക് വൈറ്റമിൻ ഡി കൂടുതൽ എക്സ്റ്റേണൽ സപ്ലൈ ചെയ്താൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കൂടുതൽ കൊടുക്കുന്നത് അത്ര ശുഭകരമല്ല. അതിന് പകരമായിട്ട് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അത് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ടിഷ്യൂസിലോ അല്ലെങ്കിൽ ബോഡി മുഴുവനായിട്ടും അതിന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈറ്റമിൻ ഡി ഉണ്ടാവുകയും അങ്ങനെ എല്ലാ ടിഷ്യൂസിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റത്തിലായിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ വൈറ്റമിൻ ഡിയുടെ കറക്റ്റ് അബ്സോർപ്ഷനും കറക്റ്റ് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും നടക്കുന്നതുകൊണ്ട് ഇനി വീണ്ടും കൂടുതൽ ഇൻഫ്ലമേഷൻസ് വരാതിരിക്കാനും അത് കൂടുതൽ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് മാത്രം കഴിക്കരുത്, മറിച്ച് വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് സൂര്യപ്രകാശത്തു നിന്നോ അല്ലെങ്കിൽ കിടക്കുന്ന ഭക്ഷണത്തു നിന്നോ ശരീരത്തിൽ ആഗിരണം ചെയ്യുകയും ആ ആഗിരണം ചെയ്ത സാധനത്തെ വൈറ്റമിൻ ഡി ആക്കിയതിന് ശേഷവും അത് ബോഡിക്ക് മൊത്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഈ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കഴിക്കുന്നതിന് പകരം ഈ അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് എല്ലാവരും കഴിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.